നമ്മുടെ പ്രാർത്ഥനയുടെ ദീർഘമോ നമ്മുടെ പ്രാർത്ഥനയുടെ അതിൻ്റെ ഭാഷാ ഘടനയോ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം ഹൃദയ തകർച്ചയോട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് വിതുമ്പുന്ന ഹൃദയമായി നമുക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ഗൂഢാലോചനകൾക്കെതിരായി ഒരു വാക്ക് പറയുമ്പോൾ സ്വർഗീയ കോടതി ന്യായം വിധിച്ച് അവർക്കെതിരായി ശിക്ഷ നടത്തുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ധ്യാനപീഠം സങ്കീർത്തന പഠന പരമ്പരയോടുള്ള ബന്ധത്തിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കിയതിനായി എല്ലാ സ്തുതിയും സ്തോത്രവും ബഹുമാനവും ആരാധനയും പുകഴ്ചയും സർവശക്തനാകുന്ന ദൈവത്തിനർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പഠന പരമ്പരയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് 2-ാം സങ്കീർത്തനമാകുന്നു. 2-ാം സങ്കീർത്തനം അറിയപ്പെടുന്നത് രാജകീയ സങ്കീർത്തനം അഥവാ മശിഹാ സങ്കീർത്തനം എന്നാണ്. 2-ാം സങ്കീർത്തനം കൂടാതെ 8-ാം സങ്കീർത്തനം 16, 22, 40, 41, 45, 55, 68, 69, 72, 78, 89, 91, 102, 109, 110, 118, 132 ഈ സങ്കീർത്തനങ്ങളെല്ലാം മശിഹാ സങ്കീർത്തനങ്ങൾ എന്നറിയപ്പെടുന്നു. യഹോവയോടുള്ള ദീർഘദർശനം ഈ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമാക്കി നൽകിയിരിക്കുന്നു. ആരാധനയിൽ രാജാവിന് ഉള്ള സ്ഥാനവും രാജാവിന് യഹോവയോടുള്ള സ്ഥാനവും വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്ന സങ്കീർത്തനങ്ങളാകുന്നു മശിഹാ സങ്കീർത്തനങ്ങൾ. അതിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു സങ്കീർത്തനമാകുന്നു 2-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനം ക്രിസ്തുവിങ്കിലേക്ക് തന്നെയാകുന്നു വിരൽ ചൂണ്ടുന്നത്. ഇതിൻ്റെ എഴുത്തുകാരൻ ദാവീദ് ആകുന്നു എന്നാകുന്നു പൊതുവെയുള്ള അഭിപ്രായം. 2 ശമൂവേൽ 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 18 മുതൽ 20 വാക്യങ്ങൾ, 10-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇതിന് ഉപോത്ഫലകമായി നിൽക്കുന്നു. അഭിഷക്തൻ എന്ന എബ്രായ പദത്തിൽ നിന്ന് തന്നെയാണ് മശിഹ എന്ന പദം വന്നത്. അതിൻ്റെ ഗ്രീക്ക് രൂപമാണ് ക്രിസ്തു. ഈ മശിഹാ സങ്കീർത്തനത്തിൽ നിന്നും 7 പ്രാവശ്യം പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 27 വരെ, 13-ന്റെ 33, എബ്രായർ 1-ന്റെ 5, 5-ന്റെ 5, വെളിപ്പാട് പുസ്തകം 2-ന്റെ 27, 12-ന്റെ 5, 19-ന്റെ 15 എന്നീ ഭാഗങ്ങളിൽ ഈ സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ വ്യക്തമാക്കിയിരിക്കുന്നു. 1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യവാൻ എന്ന പദത്തോടുകൂടെ ആരംഭിക്കുന്നു എങ്കിൽ 2-ാം സങ്കീർത്തനം ഭാഗ്യവാൻ എന്ന പദത്തോടുകൂടെയാകുന്നു അവസാനിക്കുന്നത്. 1-ാം സങ്കീർത്തനം വചനം ധ്യാനിക്കുന്ന ഒരു ദൈവ പൈതലിനുള്ള ഭാഗ്യവർണ്ണനയെക്കുറിച്ച് പറയുമ്പോൾ 2-ാം സങ്കീർത്തനം വിവരിക്കുന്നത് അഭിഷക്തൻ്റെ ഭരണകൂടത്തിനെതിരെ ധ്വനിക്കുന്ന വംശങ്ങളുടെ ചിത്രമാണ് വരച്ചിരിക്കുന്നത്. ജാതികൾ, വംശങ്ങൾ എന്നീ 2 പദങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കും. ജാതികൾ ജാതീയ രാജ്യങ്ങളും, സങ്കീർത്തനം 117-ന്റെ 1. വംശങ്ങൾ ഇസ്രയേൽ ജനങ്ങളുമാണ്, ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 23, യെശയ്യാ പ്രവചനം 51-ന്റെ 4. ജാതികൾ മാത്രമല്ല, ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേൽ പോലും അഭിഷക്തനെതിരെ മത്സരിക്കുന്നു. മത്സരത്തോടെ മുന്നേറുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ വിവരണങ്ങളും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമാക്കി നൽകിയിരിക്കുന്നു. പ്രധാനമായി ഈ സങ്കീർത്തനത്തെ പഠിക്കുവാൻ വേണ്ടി 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. 1, രാജാക്കന്മാരുടെ ഗൂഢാലോചന 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2, ദൈവത്തിൻ്റെ പ്രതികരണം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. 3, ക്രിസ്തു സംസാരിക്കുന്നു 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. 4, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഒന്നാമതായി നമുക്ക് ചിന്തിക്കാം രാജാക്കന്മാരുടെ ഗൂഢാലോചന. 1, 2-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ദൈവത്തിനും തൻ്റെ അഭിഷക്തനും എതിരായി ഭൂമിയിലെ രാജാക്കന്മാർ വെല്ലുവിളി നടത്തുന്നു. രാജാക്കന്മാരുടെ ഗൂഢാലോചനയിലെ ഒന്നാമത്തെ സംഗതി വെല്ലുവിളിയാകുന്നു. ആർക്കെതിരെ? ദൈവത്തിനെതിരെ, അഭിഷക്തനെതിരെ അഥവാ ക്രിസ്തുവിനെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ വെല്ലുവിളി നടത്തുകയാകുന്നു. മാനുഷിക അഹന്ത നിമിത്തം
ദൈവാധിപത്യത്തിനെതിരായിട്ട് വെല്ലുവിളി നടത്തിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ ചരിത്രം പഴയ നിയമത്തിൽ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. അതിനുദാഹരണമാകുന്നു മോശയ്ക്കെതിരായി, മോശയുടെ പൗരോഹിത്യത്തിനെതിരായി, മോശയുടെ ശുശ്രൂഷയ്ക്കെതിരായി കോരഹ്, നാഥാൻ, അബിരാം തുടങ്ങിയ വ്യക്തികൾ വെല്ലുവിളി ഉയർത്തി. ശൗൽ രാജാവ് ദൈവത്തിനെതിരായിട്ട് വെല്ലുവിളി ഉയർത്തി. എന്നാൽ ഇതിൻ്റെ പരിണിത ഫലം വളരെ വ്യക്തമായി വേദപുസ്തകത്തിൽ നാം കാണുന്നു. പ്രിയരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ദൈവത്തിനെതിരായി, ദൈവനാമത്തിനെതിരായി ആരൊക്കെയും എപ്പോഴൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ടോ അതാത് കാലയളവിൽ ന്യായവിധി നടത്തിയ ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഒന്നാമതായി ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനെതിരായി വെല്ലുവിളിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു ശക്തിയെയും ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. രണ്ടാമത് നമ്മൾ വായിക്കുന്നു, അണിനിരക്കുന്നു. രാജാക്കന്മാർ യഹോവയ്ക്കും അഭിഷക്തനുമെതിരെ അണിനിരക്കുകയാകുന്നു. എതിർപ്പ് തിരുവചനത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു പദമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അഭിഷക്തനെതിരായി, ദൈവത്തിൻ്റെ നിസ്തുല്യതയ്ക്കെതിരായി, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരായി അണിനിരക്കുന്ന ഒരു കൂട്ടം വ്യക്തികളെ കാണുവാൻ സാധിക്കും. എന്തിനാകുന്നു ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നത്? ദൈവാധിപത്യത്തെ ഇല്ലാതാക്കി തീർക്കുവാൻ, ദൈവാധിപത്യത്തിന് എതിരായി നിൽക്കുവാൻ. പഴയ നിയമത്തിൽ പ്രധാനമായി നാം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിനെതിരായി അണിനിരന്നവരെ ദൈവം ആരെന്ന് പാഠം പഠിപ്പിച്ചതായിട്ട് വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. അതിന് നല്ലൊരു ഉദാഹരണമാകുന്നു ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂപ്രയാണത്തിന് എതിരായി കടന്നു വന്ന ഫറവോനും സൈന്യവും ദൈവത്തിനെതിരായി അണിനിരന്നതുകൊണ്ട് അവരെ പിടിക്കുവാനായിട്ട് കടന്നു വന്നു. സംഭവിച്ചത് എന്താകുന്നു? അമ്പയെ പരാജയപ്പെട്ട് ചെങ്കടലിൽ മുങ്ങിത്താഴുവാനായിട്ടിടയായിത്തീർന്നു. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിനെതിരെ, ദൈവപ്രവർത്തിക്കെതിരായി യാതൊരു രീതിയിലും അണിനിരക്കുവാനല്ല നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തോട് അണിചേർന്ന് മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായി നമ്മളവിടെ വായിക്കുന്നു, ഗൂഢാലോചന. രാജാക്കന്മാരോടൊപ്പം അധിപതികളും ദൈവത്തിൻ്റെ അഭിഷക്തനെതിരായിട്ട് ഗൂഢാലോചന നടക്കുകയാകുന്നു. അതായത് ദൈവത്തിനും ക്രിസ്തുവിനും എതിരായുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ പരാജയപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ട് ഗൂഢമായ ആലോചന നടത്തുന്നു. സ്തോത്രം. ദാവീദ് ഒരിക്കൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്കെടുക്കുവാൻ സാധിക്കും. ദാവീദിനെതിരായിട്ട് ഗൂഢാലോചന നടത്തിയ അബീദോഹേലിൻ്റെ ആലോചനയെ വ്യർത്ഥമാക്കണമേ എന്ന് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചതേയുള്ളൂ. ദൈവം അതിന് കൊടുത്ത ശിക്ഷ വളരെ വ്യക്തമായി തിരുവചനത്തിലൂടെ കാണുന്നു. ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ ദീർഘമോ നമ്മുടെ പ്രാർത്ഥനയുടെ അതിൻ്റെ ഭാഷാ ഘടനയോ നോക്കിയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം ഹൃദയ തകർച്ചയോട് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് വിതുമ്പുന്ന ഹൃദയമായി നമുക്കെതിരായി ഉയർന്നു നിൽക്കുന്ന ഗൂഢാലോചനകൾക്കെതിരായി ഒരു വാക്ക് പറയുമ്പോൾ സ്വർഗീയ കോടതി ന്യായം വിധിച്ച് അവർക്കെതിരായി ശിക്ഷ നടത്തുമെന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. നാലാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചങ്ങലകളെ പൊട്ടിക്കുന്നു. 3-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും ഹല്ലേലൂയ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് ദൈവിക പ്രവർത്തിക്കെതിരായിട്ട് ദൈവിക പരിധികളെയും ദൈവിക അതിർവരമ്പരുകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ദൈവിക അതിരുകളെ ലംഘിച്ചുകൊണ്ടുള്ള ഭരണം നടത്തുവാൻ രാജാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം നാം മറന്നു പോകരുത്. പഞ്ചസാര മണലുകൊണ്ട് സമുദ്രത്തിന് അടിസ്ഥാന അതിരിട്ടവനാ നമ്മളുടെ ദൈവം. പഞ്ചസമുദ്രത്തിലെ വെള്ളത്തെ കൈക്കൂമ്പാൽ ഒതുക്കുന്നവനാ നമ്മുടെ ദൈവം. ഭൂമിയിലെ മണൽ മുഴുവൻ നാഴിക്കകത്ത് ഒതുക്കുന്നവനാ നമ്മുടെ ദൈവം. നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നവൻ, നക്ഷത്രങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന സർവശക്തൻ്റെ ആ ചങ്ങലകളെ, അതിരുകളെ, അതിർവരമ്പലുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ദുഷ്ടഭരണങ്ങൾ, ദുഷ്ട പ്രവർത്തി കൊണ്ട് രാജാക്കന്മാർ ഈ ചങ്ങലകളെ പൊട്ടിക്കുവാൻ നോക്കുകയാകുന്നു. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ദൈവിക അതിർവരമ്പുകളെ ഇല്ലാതാക്കുവാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികൾ ഇന്നും ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അഞ്ചാമതായി നുകങ്ങൾ വലിച്ചെറിയുക. 2:3 നമ്മൾ വായിക്കുന്നു, നുകത്തിൻ്റെ കീഴിലുള്ള കാളയ്ക്ക് യഥേഷ്ടം ചലിക്കുവാൻ കഴിയാത്തതുപോലെ ദൈവത്തിൻ്റെ അടിമയായി തീരുന്ന
ഒരു വ്യക്തിക്ക് യഥേഷ്ടം ചലിക്കുവാൻ കഴിയുകയില്ല. അവൻ ദൈവത്തിൻ്റെ അടിമയായി തീരുന്നു. ദൈവത്തിൻ്റെ അടിമയായി തീരുമ്പോൾ ദൈവവചനപ്രകാരം മാത്രമേ ആ വ്യക്തിക്ക് നീങ്ങുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ കർത്തൃത്വത്തെ നിഷേധിക്കുന്ന അനേകർ ദൈവിക നുഖങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട്, ദൈവിക പ്രവൃത്തികളെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം താല്പര്യപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം മുന്നേറുന്നതായി കാണുവാൻ സാധിക്കും. ഇതാകുന്നു രാജാക്കന്മാരുടെ ഗൂഢാലോചന എന്നുള്ള ഒന്നാമത്തെ അവസ്ഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി ദൈവത്തിൻ്റെ പ്രതികരണം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വ്യക്തമാക്കി നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒന്നാമത് നാം ചിന്തിക്കുമ്പോൾ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം ചിരിക്കുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. കാരണം എന്ത്? വംശങ്ങൾ വ്യർത്ഥകാര്യങ്ങൾ നിരൂപിക്കുന്നതിലാണ് ദൈവം ചിരിക്കുന്നത്. ദൈവത്തിന് ചിരിക്കുവാൻ കഴിയുമോ? നാം പറയുന്ന ഫലിതങ്ങൾ കേട്ടോ, മറ്റ് എന്തെങ്കിലും രസകരമാകുന്ന കാര്യങ്ങൾ കേട്ടോ അല്ല ദൈവം ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് ദൈവം ചിരിക്കുന്നു? കൃമിയും കീടവുമായ മനുഷ്യൻ, സകലത്തിൻ്റെയും സൃഷ്ടിതാവും സമ്പൂർണമായി സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവത്തിനെതിരായി വെല്ലുവിളി നടത്തുന്നത് കണ്ടുകൊണ്ട് സ്വർഗസ്ഥനാകുന്ന ദൈവം ചിരിച്ചു പ്രതികരിക്കുകയാകുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം തൻ്റെ ന്യായവിധി നടത്തുവാൻ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് ദൈവം മനുഷ്യൻ്റെ ഈ ദുഷ്ടപ്രവർത്തികൾ കണ്ട് ചിരിക്കുന്നവനാ നാം സേവിക്കുന്ന സർവശക്തനായ ദൈവം. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ 4 പ്രാവശ്യം ദൈവം ചിരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 4 പ്രാവശ്യവും ന്യായവിധിയുടെയും പരിഹാസത്തിൻ്റെയും പ്രതിഫലമായി ചിരി നാം കാണുവാൻ സാധിക്കും. 1, കർത്താവ് ദുഷ്ടനെ നോക്കി ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:13 അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടൻ നീതിമാനെതിരെ ദോഷം നിരൂപിക്കുകയും അവൻ്റെ നേരെ പല്ലുകടിക്കുകയും ചെയ്യുന്നതിനാൽ ദൈവം ചിരിക്കുകയാ. എന്തുകൊണ്ട്? അവൻ്റെ ദിവസം വരുന്നു എന്ന് ദൈവം കാണുന്നു. നീതിമാനെതിരായിട്ട് ദുഷ്ടൻ ദോഷപ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവം സ്വർഗത്തിൽ നോക്കി ചിരിച്ചുകൊണ്ട് പറയുക, അവൻ്റെ ദിവസം വരുന്നു. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യഹോവ ഭക്തന്റെ ശത്രുക്കളുടെ ധാർഷ്ട്യ നിമിത്തം ദൈവം ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 59:8 കാരണം കൂടാതെ അന്യരെ എതിർക്കുകയും മറ്റുള്ളവരുടെ കഷ്ടത കണ്ട് രസിക്കുകയും ചെയ്യുന്നവരെ നോക്കി ദൈവം ചിരിക്കുന്നു. കാരണം അവരുടെ അനീതിക്ക് വൈകാതെ ശിക്ഷ ഉണ്ടാകുമെന്നതിനാലാണ് ദൈവം ചിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാരണം കൂടാതെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ, കാരണം കൂടാതെ നിങ്ങൾ വേദന അനുഭവിക്കുന്നുവെങ്കിൽ, കാരണം കൂടാതെ നിങ്ങൾ നിരാശപ്പെടുന്നുവെങ്കിൽ, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ ധാർഷ്ട്യം ചിന്തിക്കുന്നുവെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്. സ്വർഗത്തിലെ ദൈവം നോക്കി ചിരിക്കുകയാ. അവൻ താമസം വിനാ ഈ വിഷയത്തിന്മേൽ ന്യായവിധി നടത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാ. മൂന്നാമത് ദൈവം ചിരിക്കുന്നു. തൻ്റെ ആലോചന അഗണ്യമാക്കുന്നവരെ നോക്കിക്കൊണ്ട് ദൈവം ചിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 1:26 ദൈവം ഏത് സമയത്തും തൻ്റെ ജനത്തോട് ആലോചന അറിയിക്കും. ഹല്ലേലൂയ പ്രിയരെ, ഏത് സമയത്തും ദൈവത്തിന് തൻ്റെ ജനത്തോട് അറിയിക്കുവാൻ ഒരു ദൂതുണ്ട്. ദൂത് ഏറ്റെടുക്കുന്നവന് വിടുതലായി തീരും. ആലോചന ഏറ്റെടുക്കുന്നവന് അത് അനുഗ്രഹമായി തീരും. ദൈവിക ആലോചന തിരസ്കരിച്ച് ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്നവരെ ദൈവം തൻ്റെ ശിക്ഷ നടത്തുന്ന ദൈവമാണ്. അഹങ്കരിയായ ഹെരോദാവിൻ്റെ അവസ്ഥ നമ്മൾക്കറിയാമല്ലോ. ധിക്കാരത്തോടുകൂടെ ദൈവത്തിനെതിരായിട്ട് നിന്നതിൻ്റെ പരിണിത ഫലമായി നിമിഷ നേരം കൊണ്ട് കൃമിക്കിരയായി തീരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്ത് ദൈവഹിതപ്രകാരം മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാലാമതായിട്ട് ദൈവം ചിരിക്കുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദുഷ്ട ഭരണാധികാരികളെ നോക്കി ദൈവം ചിരിക്കുകയാണ്. ഏതാണ്ടെല്ലാം കൈപിടുക്കുകൊണ്ട് പിടിച്ചുവെന്നും ഏതാണ്ടൊക്കെയും വെട്ടിപ്പിടിച്ചുവെന്നും ഞാൻ ഏതോ നല്ല ഭരണം നടത്തുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ദുഷ്ടഭരണം നടത്തുന്ന ഭരണാധികാരികളെ നോക്കിക്കൊണ്ട് ദൈവം ചിരിക്കുക. കാരണം ഈ ഭരണത്തിനൊക്കെയും അറുതി വരുത്തുവാൻ കഴിവുള്ള ദൈവമാകുന്നു നാം സേവിക്കുന്ന നമ്മളുടെ ദൈവം. ദൈവം ചിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നാം ഈ സങ്കീർത്തനത്തിന് 4-ാം വാക്യത്തിൽ കാണുന്നു. ദൈവം പരിഹസിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. രാജാക്കന്മാരുടെ ധിക്കാരപൂർവമായ സംസാരത്തെ കർത്താവ് പരിഹാസത്തോടുകൂടിയാണ് നോക്കുന്നത്. ധിക്കാരത്തോടുകൂടെ സംസാരിക്കുന്ന
രാജാക്കന്മാരുടെ സംസാരത്തെ പരിഹാസത്തോടുകൂടി നോക്കി തള്ളുന്നവനാ നാം സേവിക്കുന്ന നമ്മളുടെ ദൈവം. മൂന്നാമത് നമ്മൾ കാണുന്നുണ്ട്, ദൈവം സംസാരിക്കുന്നു. 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിവിധങ്ങളാകുന്ന നിലകളിൽ ദൈവം സംസാരിക്കുന്നു. പ്രിയരെ, ദൈവം എത്രയോ സന്ദർഭം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ദൈവം നമ്മോട് ഇടപെട്ടിട്ടുണ്ട്. നാം വായിക്കുന്ന ദൈവവചനത്തിൽ കൂടെ, ഇന്ന് നാം ചിന്തിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ കൂടെ, കാലാകാലങ്ങളായി ദൈവദാസന്മാരിൽ കൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആലോചന വൃഥാക്കി കളയുവാനല്ല, ദൈവത്തിൻ്റെ ആലോചന ഏറ്റെടുത്ത് മുന്നേറുന്നവർക്ക് ഏതൊരു കാലയളവിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നൽകുക തന്നെ ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ദൈവം കോപത്തോടെ അരുളി ചെയ്യുന്നു. ദൈവം ദയയുള്ള ദൈവമാ, ദൈവം മനസ്സലിവുള്ള ദൈവമാ, ദൈവം കരുണയുള്ള ദൈവമാ, ദൈവം നമ്മളോട് അനുകമ്പയുള്ള ദൈവമാ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നു, കോപത്തോടെ അവൻ അരുളി ചെയ്യുന്നു. കാരണം ദൈവ വഴി വിട്ട് അന്യപ്പെട്ടു പോയി ദൈവ കോപത്തിന് പാത്രീഭൂതരായി തീരാതിരിക്കുവാൻ ദൈവം കോപത്തോട് ചില കാര്യങ്ങൾ നമ്മളോട് അരുളി ചെയ്യും. അപ്പോൾ നാം എന്ത് ചെയ്യണം? അത് ഏറ്റെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. തീർന്നില്ല. 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം ക്രോധത്തോട് ഭ്രമിപ്പിക്കുന്ന ദൈവമാകുന്നു. കോപം, ക്രോധം, ഇതിൽ നിന്നും രക്ഷപ്പെടുവാൻ ദൈവസന്നിധിയിൽ നാം നെടുമ്പാട് വീഴേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 6-ാം വാക്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു, ദൈവം രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജാവ് ആയിരിക്കുന്നു? ആരാ ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജാവ്? അത് ക്രിസ്തു തന്നെ. ക്രിസ്തു ശത്രുക്കളുടെ മേൽ ആധിപത്യമുള്ള രാജാവാണ്. ക്രിസ്തു ദൈവാഭിഷക്തനായ രാജാവാണ്. ക്രിസ്തു സിയോനിൽ വാഴുന്ന രാജാവാണ്. ക്രിസ്തു സർവ്വലോകത്തിൻ്റെയും രാജാവാണ്. കൂടാതെ ക്രിസ്തു നീതിയോടെ ഭരിക്കുന്ന രാജാവാണ്. ഹല്ലേലൂയ. 1-2 ഭാഗങ്ങളിൽ നമ്മൾ ഇപ്രകാരം ചിന്തിച്ചു, രാജാക്കന്മാരുടെ ഗൂഢാലോചന. രണ്ടാമത് നമ്മൾ ചിന്തിച്ചു ദൈവത്തിൻ്റെ പ്രതികരണം. മൂന്നാമതായി നാം ചിന്തിക്കാൻ പോകുന്നത് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു സംസാരിക്കുക. 7-ാം വാക്യത്തിൽ, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ അംഗീകാരമാണ്. ദൈവം കരിഞ്ഞു നൽകിയ അംഗീകാര സ്ഥാനം. നീ എൻ്റെ പുത്രനാ. അപ്പോൾ നാം സേവിക്കുന്ന ക്രിസ്തു ദൈവം അംഗീകാരം നൽകി. അപ്പോൾ ക്രിസ്തുവിന് അംഗീകാരമുണ്ട്. രണ്ടാമത് നമ്മൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. അപ്പോൾ നാം സേവിക്കുന്ന ക്രിസ്തു അവകാശമുള്ളവനാകുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു 9-ാം വാക്യത്തിൽ, ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. അധികാരമുള്ളവനാ. അപ്പോൾ ക്രിസ്തു അംഗീകാരമുള്ളവനാകുന്നു, ക്രിസ്തു അവകാശമുള്ളവനാകുന്നു, ക്രിസ്തു അധികാരമുള്ളവനാ. ആ ദൈവത്തെ നാം സേവിക്കുന്നത്, ആ ദൈവത്തെയാകുന്നു നാം ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നാലാമതായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്താ സംസാരിക്കുന്നത്? ബുദ്ധി പഠിപ്പീൻ. ആരാ ബുദ്ധി പഠിക്കേണ്ടത്? രാജാക്കന്മാരോടുള്ള നിർദ്ദേശമാകുന്നു. ഭൂമിയിലെ രാജാക്കന്മാരെ, നിങ്ങൾ ബുദ്ധി പഠിപ്പീൻ. മാനുഷികമായി ബുദ്ധി ഉണ്ടെന്നും മാനുഷികമായി കഴിവുണ്ടെന്നും പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല. ദൈവിക ബുദ്ധിക്ക് അതീതമായി ദൈവഹിത പ്രകാരം മുന്നേറിയില്ലെങ്കിൽ ഏത് ഭരണകൂടവും തകർന്നു പോക തന്നെ ചെയ്യും. രണ്ടാമത് പറയുന്നു, ഉപദേശം പഠിപ്പീൻ. ആരാ ഉപദേശം പഠിക്കേണ്ടത്? ഭരണാധികാരികളോടുള്ള കൽപ്പനയാകുന്നു. ഭരണാധികാരികളെ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ദൈവിക ഉപദേശം പഠിക്കണം. മൂന്നാമത് നമ്മൾ കാണുന്നു, ഭയത്തോടെ യഹോവയെ സേവിക്കണം. യഹോവയെ സേവിക്കുക എന്നത് എല്ലാവരുടെയും കടപ്പാടാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഭയത്തോടെ യഹോവയെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഗോഡ്ലി ഫിയർ നമുക്കുണ്ടായിരിക്കണം. സർവശക്തനായ ദൈവം നമ്മുടെ സൃഷ്ടിതാവെന്ന് കണ്ടുകൊണ്ട് ഭയത്തോട് നാം യഹോവയെ സേവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു. അടുത്തത് നമ്മൾ കാണുന്നു, വിറയലോടെ ഉല്ലസിക്കണം. കാരണം എന്താ? നമ്മുടെ സ്നേഹവും ആദരവും ഭക്തിയോടെ പ്രകടിപ്പിക്കണം. ദൈവസന്നിധിയിൽ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആദരവുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഭയഭക്തിയോട് നാം പ്രകടിപ്പിക്കുവാൻ കടംപെട്ടവരാകുന്നു. അഞ്ചാമതായിട്ട് നാം വായിക്കുന്നു, പുത്രനെ ചുംബിക്കുക. ദൈവപുത്രന്റെ കോപത്തിന് പാത്രീഭൂതരായി തീരാതിരിക്കുന്നതിന് മുൻപ് വഴിയിൽ വെച്ച് നശിക്കാതിരിക്കേണ്ടതിന് എത്രയും പെട്ടെന്ന് അവനെ ചുംബിക്കുന്നതാണ് ബുദ്ധി. ചുംബനം സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഉൽപ്പത്തി പുസ്തകം 33:4 നാം കാണുന്നു,
1 ശമൂവേൽ 20:4 കാണുന്നു, സ്നേഹത്തിൻ്റെ അടയാളമായ ചുംബനം വിധേയത്വം പ്രകടമാക്കുന്നു. യെശയ്യാ പ്രവചനം 49:23 അത് കാണുന്നു. ചുംബനം, ബഹുമാനം കാണിക്കൽ. 1 രാജാക്കന്മാർ 19:18 നമ്മൾ കാണുന്നുണ്ട്. ചുംബനം ഉറ്റ സ്നേഹത്തിന്റെ പ്രതീകമായി കാണുന്നു. തമഗീതം 1:2 നമ്മളത് വായിക്കുന്നു. ചുംബനം ഗുരുഭക്തിയുടെ പ്രദർശനമായി മത്തായിയുടെ സുവിശേഷം 26:49 നമ്മൾ വായിക്കുകയാണ്. ഈ സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. ദൈവമക്കളെ, മനസ്സലിവുള്ള, കരുണയുള്ള, ആർദ്രതയുള്ള കർത്താവാകുന്നു നാം സേവിക്കുന്ന ദൈവം. എന്നാൽ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവൻ്റെ കോപത്തെ പിടിച്ചടക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. അതുകൊണ്ട് നാം ചെയ്യേണ്ട കാര്യം എന്ത്? നമ്മുടെ ദൈവത്തെ നമുക്ക് ശരണപ്പെടാം, നമ്മുടെ ദൈവത്തിൽ നമ്മൾക്ക് ആശ്രയിക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നാം ഭാഗ്യവാന്മാരായി തീരുവാനിടയായിത്തീരും. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ അരുമനാഥനെ ചുംബിച്ചുകൊണ്ട് രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത തേജപുഞ്ചമാകുന്ന നമ്മുടെ രാജാതിരാജാവ് രാജ്യത്വം സ്ഥാപിക്കുവാൻ കടന്നു വരുന്നു. ഈ ലോകത്തിലെ ഭരണകൂടങ്ങൾ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ വിവരിച്ചിരിക്കുന്ന മശിഹ രാജാതിരാജാവായി വേഗം വരുവാൻ പോകുന്നു. ആ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങി കാത്തിരുന്ന് നമുക്ക് മുന്നേറാമെന്നുള്ള ആഹ്വാനത്തോടുകൂടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.